Watch India's largest kids library only on Jio Hotstar. Download the app now. ശിവ, നീ എന്തൊക്കെ ചെയ്താലും ശരി, ഇത്തവണ ഞാനാ ജയിക്കാൻ പോകുന്നേ. നോക്കൂ അതി, ഈ ശിവ ഒരിക്കലും തോൽക്കാറില്ല. കൊള്ളാലോ, ഇയാളെന്ന് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നേ? ശിവ, ആ കാർ ഇങ്ങനെ എന്താണ് ഇങ്ങനെ പുറകെ പോണെന്ന് എനിക്ക് മനസ്സിലായില്ല. ശിവ, ദേ ഒരു കാറ്. എന്നെ രക്ഷിക്കണേ. ഹലോ, എന്റെ അമ്മോ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നേ? ശിവ, ആ കുട്ടി ഓടി വരുന്ന സമയത്ത് ആകെ എല്ലാം തകിടം മറിഞ്ഞോണ്ടിരിക്കുക. അത് ശരിയാണ് രവ, ഈ കുട്ടിക്ക് ഇത്രയും പവർ എവിടെ നിന്നാണാവോ കിട്ടിയത്? ഹായ് മോനെ, ഒന്നവിടെ നിൽക്കൂ. നീ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന എക്സ്ട്രീം സിറ്റി ആകെ തകർന്ന് തരിപ്പണമാകും, ഞാൻ പറഞ്ഞു കേട്ടല്ലോ. എന്താ സംഭവിക്കണേന്ന് അറിയില്ലല്ലോ. എന്താ രക്ഷിക്കണേ? ഒരു തവണ ഈ കാർ ആകാശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. സൈക്ലോൺ, വേഗം വരൂ. ഭയങ്കര അതിശയ, ഇതെല്ലാം തന്നെ എങ്ങനെയാ എക്സ്ട്രീമായി മാറുന്നത്? എന്റെ ശിവ, പറയാതിരിക്കാൻ വയ്യ. എവിടെ നോക്കിയാലും തകർന്നോണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നു. ഇത് കൊള്ളാലേ. അല്ല, ലഡു സിംഗ് സാറ് സ്വയം കൊടുങ്കാറ്റായി മാറി. ലഡു സിംഗ് സാറേ, ഇങ്ങനെയൊക്കെ ചെയ്യല്ലേ, ഒന്ന് നിൽക്ക്. എന്റെ അമ്മോ, എന്നെ രക്ഷിക്കണേ. ലഡു സിംഗ് സാറിനെ എങ്ങനെയെങ്കിലും തടയേ. എന്റെ അമ്മോ, രക്ഷിക്കണേ. ആരെങ്കിലും രക്ഷിക്കുക. എന്റെ അമ്മോ, രക്ഷിക്കുക. എന്നെ ഒന്ന് രക്ഷിക്കൂ. രക്ഷിക്കേ, എന്നെ ആരെങ്കിലും രക്ഷിക്കേ, വേഗം രക്ഷിക്കേ. എന്റെ അമ്മോ, എന്നെ രക്ഷിക്കേ, ആരെങ്കിലും രക്ഷിക്കേ, എന്നെ ഒന്ന് രക്ഷിക്കേ. താങ്ക് യു ശിവ. ലഡു സിംഗ് സാറേ, നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് എനർജി എങ്ങനെ ക്രിയേറ്റീവ് ആയത്? അല്ല, ഇതൊക്കെ ആരാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അതെ, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഓടിക്കോ, ഓടിക്കോ, എല്ലാരും ഓടണേ. ഈ എക്സ്ട്രീം സിറ്റിയെ കൈക്കലാക്കാനുള്ള എന്റെ സ്വപ്നം ഇതാ മുഴുവനായി കഴിഞ്ഞു. ഇനി എക്സ്ട്രീം സിറ്റിയെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ശിവയെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ ഒരു കാര്യത്തിൽ നീ ഒരിക്കലും ജയിക്കില്ല. കുട്ടികൾ എന്തെന്നെയായാലും കുട്ടികൾ തന്നെ. എന്നെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്.
എനിക്ക് വയ്യ ശിവ. എന്ത് കണ്ടാലും അത് അടിച്ചു പൊട്ടിക്കാനാ തോന്നുന്നത്. ഇവനെ തടയണമെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവനെ ലാബിൽ എത്തിച്ചേ പറ്റൂ. അവിടെ ചെന്നാൽ മാത്രമേ ഇവന് ഈ സംഭവിക്കുന്നതൊക്കെ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ. സൈക്ലോൺ വേഗം വാ. എത്ര പ്രാവശ്യം നീ രക്ഷപ്പെടും ശിവ? എന്റെ എക്സ്ട്രീം ഗണ്ണിന്റെ മുമ്പിൽ നീ ആരുമല്ല. ശിവ, ഇനി ഞാൻ എങ്ങനെ രക്ഷപ്പെടും പറ. വീണ്ടും ഈ കയറ് അഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം താറുമാറാകും. അതേപോലെ എന്റെ കയറ് അഴിഞ്ഞാൽ എനിക്ക് തല അടിച്ചു പൊട്ടിക്കാനാ തോന്നുന്നേ. ഇങ്ങനെയെല്ലാം തകർത്ത് ഈ എക്സ്ട്രീം സിറ്റി തന്നെ ഞാൻ ഇല്ലാതാക്കുന്ന തോന്നുന്നേ. വിഷമിക്കേണ്ട കൂട്ടുകാരെ, എത്രയും പെട്ടെന്ന് ഞാൻ ഇതെന്താണെന്ന് കണ്ടുപിടിക്കാം. ശിവ, അയാളുടെ കയ്യിലുള്ള എക്സ്ട്രീം ഗണ്ണിനെ എതിർക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അത് ശരിയാ. അയാളുടെ എക്സ്ട്രീം ഗണ്ണിന് മുന്നിൽ നമ്മൾ ആരെങ്കിലും അകപ്പെട്ടാൽ എല്ലാം തന്നെ ഇല്ലാതായി പോകും. ആദ്യം നമുക്ക് ഇവരുടെ ബോഡിയിൽ എത്ര എനർജി ഉണ്ടെന്ന് അത് വേണം കണ്ടുപിടിക്കാൻ. സോ ബേസിക്കലി എനർജി വൈബ്സ് ഇതാണ്. ഇതിനെ കൗണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ല എനർജിയുള്ള വൈബ്സ് ആവശ്യമുണ്ട്. പക്ഷെ ഇത് വളരെ കൂടുതലാണ്. പക്ഷെ ഇത്രയും എനർജി നമ്മൾ എവിടെ നിന്നാണ് ഒപ്പിക്കുക? ഐഡിയ. അയാളെ എങ്ങനെയെങ്കിലും എക്സിബിഷൻ സെന്ററിൽ എത്തിച്ചേ പറ്റൂ. എക്സിബിഷൻ സെന്റർ ആവുമ്പോൾ 4 വശവും അടഞ്ഞിരിക്കുമല്ലോ. അപ്പൊ അവനെ കാണിച്ചു കൊടുക്കാം ഞാൻ ആരാണെന്ന്. അവന്റെ എക്സ്ട്രീം കണ്ട് തന്നെ അവന് വലിയൊരു പ്രോബ്ലമായി തന്നെ മാറും. നീ വീണ്ടും വന്നിരിക്കുകയാണോ? കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയ കാര്യം നീ മറന്നുപോയെന്ന് തോന്നുന്നു. ശരി, സാരല്ല, വിട്ടേക്ക്. ഇന്നത്തേന് ശേഷം ഓർമ്മിക്കാനായിട്ട് നീ ജീവനോടെ ഉണ്ടാവില്ലല്ലോ. എന്തുപറ്റി അങ്കിളെ? ഇവിടെ നിങ്ങളുടെ ഗണ്ണിന്റെ പവർ കുറഞ്ഞോണ്ടിരിക്കുകയാണല്ലേ? ഈ ഡോം മുഴുവനും അടഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ ഗണ്ണിന് അത്ര വലിയ പവർ ഒന്നും കിട്ടില്ല. ശിവ, ഇനി നിനക്ക് ഒന്നും ചെയ്യാനാവില്ല. അഥവാ നീ എന്തെങ്കിലും ചെയ്താൽ തന്നെ അതിന്റെ ഉപയോഗം വളരെ കുറവായിരിക്കും, നാശം അധികമായിരിക്കും. നാനാജി. ശിവ, എന്റെ കൊച്ചിനെ എന്തിനാ നിങ്ങൾ ദ്രോഹിക്കുന്നത്? മര്യാദയ്ക്ക് പോകാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും രാഗം പാടിയാലുണ്ടല്ലോ താൻ ഉണ്ടാവില്ല. അല്ല ശിവ, ഇതായിരുന്നോ നിന്റെ സ്ട്രോങ് വെപ്പൻ? അതൊരു ട്രെയിലർ മാത്ര. പടം ഇപ്പൊ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ നാനാജി. നിർത്തൂ, ഒന്ന് വേഗം നിർത്തൂ,
പ്ലീസ്. എങ്ങനെയുണ്ട് എക്സ്ട്രീം എനർജിയുടെ യുദ്ധം? ശിവ പ്ലീസ്. ഇല്ല. അല്ല ഇതെന്താ പറ്റിയേ? എന്റെ തല ഇപ്പോ ഭയങ്കര വേദനിക്കുന്നല്ലോ. ഇനി പാടണ്ടോ, ഇയാൾക്ക് നല്ല ശിക്ഷ കിട്ടിയിട്ടുണ്ട്. ശിവ, ഞാൻ പാട്ട് പാടാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇനിയുള്ള തന്റെ യുദ്ധം മുഴുവനും ജയിലിൽ ചെന്ന് കാണിച്ചാ മതി. പറഞ്ഞത് മനസ്സിലായോ? Watch India's largest kids library only on Jio Hotstar. Download the app now.